സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 1 BPCC 104 കോഴ്സ് കോഡുള്ള ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന BA സൈക്കോളജിയുടെ 1ാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു പേപ്പറാണ്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ, യൂണിറ്റുകൾ, ബ്ലോക്കുകൾ, അതുപോലെ തന്നെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി, പിന്നെ വളരെ പ്രധാനമായിട്ട് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ വിശദമായിട്ട് ഈ ഒരു അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് MSc സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദധാരിയും ലേൺ വൈസിന്റെ ഫാക്കൽറ്റി കം മെന്ററുമായിട്ടുള്ള ഷഹന ഷബീബാണ്. സോ ഇനി അങ്ങോട്ട് ഷഹന മാം പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഹായ്, ഞാൻ ഷഹന, സ്റ്റാറ്റിസ്റ്റിക്സ് ഫാക്കൽറ്റിയാണ് ലേൺ വൈസിൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് BPCC 104 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 1 എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ എക്സാമാണ് വരുന്നത്. അപ്പോൾ എക്സാമിൻ്റെ മുന്നേ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്തിയിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ്, ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊക്കെയുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ജനറൽ അനാലിസിസ് നോക്കാം. അപ്പം ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഡെഫിനിഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ്, അതായത് എന്താണ്, നമ്മളെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ കോറിലേഷൻ്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനത്തെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് എക്സാമിന് ചോദിക്കുന്നുണ്ട്. പിന്നെന്താണ്, കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ആണ്, അതായത് കാൽക്കുലേഷൻ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ സെൻട്രൽ ടെൻഡൻസി ആയിട്ടുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ടുള്ള മീൻ, മീഡിയൻ, മോഡൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ കോറിലേഷനുള്ള സ്പിയർമാൻ റോ കാണാനുള്ള ക്വസ്റ്റ്യന്, അതൊക്കെ എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് വരുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ഗ്രാഫ്, എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഡിസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പേപ്പറിൽ മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് മെയിൻലി കവർ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് കവർ ചെയ്യേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്താണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കണം, കവർ ചെയ്യേണ്ട, ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ വരുന്നതാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതായത് മീന്, മീഡിയൻ, മോഡ്, എന്തായാലും ചോദിക്കും എന്നുള്ള ഉറപ്പുള്ള അതിൻ്റെ കമ്പ്യൂട്ടേഷന് കാണാൻ, മീന്, മീഡിയൻ, മോഡൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ എന്തായാലും വരും, എന്തായാലും കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് മെഷർ ഓഫ് വേരിയബിലിറ്റി, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, വേരിയൻസ്, റേഞ്ചൊക്കെ കാണാനുള്ള ഈ പറഞ്ഞ പോലെ എന്താണ് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നൊരു ടോപ്പിക്കാണ്, അതെന്തായാലും കവർ ചെയ്യണം. നെക്സ്റ്റ് കവർ ചെയ്യേണ്ട ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡാറ്റ ഓർഗനൈസേഷനാണ്, അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്, ഗ്രാഫ് പോലുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ആ ഒരു ടോപ്പിക്കും കവർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് കോറിലേഷൻ, അതായത് അതിൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ കാൽക്കുലേഷൻ ബേസിലാണെങ്കിൽ സ്പിയർമാൻസ് റോ, പിയേഴ്സൺസ് കോറിലേഷൻ, ഈ രണ്ടും ടൈപ്പ് ഓഫ് കോറിലേഷൻ കാണാനുള്ള കമ്പ്യൂട്ടേഷനും അതുപോലെ കോറിലേഷൻ്റെ കോൺസെപ്റ്റ്സും എന്തായാലും കവർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഡാറ്റൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഡാറ്റയാണ്, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്, വേരിയബിലിറ്റി, സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്സ്, ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് സ്കോർസും എന്താണ് കവർ ചെയ്യേണ്ട ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും 7 ടോപ്പിക്സാണ് നമ്മൾ എന്താണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ പേപ്പറിൻ്റെ ഒരു മെയിൻ പാറ്റേൺ എന്ന് പറയുന്നത് 2 സെക്ഷൻസാണ് മെയിനായിട്ടുള്ളത്. പേപ്പറിനെ 2 സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോൾ
മെയിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിൻ്റെയും വേരിയബിലിറ്റിൻ്റെയും കമ്പ്യൂട്ടേഷനിന് കോമൺലി വരുന്നൊരു തീമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാണുന്നതുകൊണ്ട് തന്നെ എന്തായാലും വരും, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷർ ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കോറിലേഷനാണ്. അതായത് സ്പിയർമാൻസ് റാവു, സ്പെഷ്യലി സ്പിയർമാൻസ് റാവുവിൻ്റെ കമ്പ്യൂട്ടേഷൻ കോറിലേഷൻ ടോപ്പിക്ക് ചോദിക്കുന്നുണ്ട്. അതായത് കോറിലേഷൻ്റെ കോൺസെപ്റ്റും അതുപോലെ കമ്പ്യൂട്ടേഷണൽ പാർട്ടിൽ കാൽക്കുലേഷൻ പാർട്ടിൽ സ്പിയർമാൻസ് റാവ് കോറിലേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് ഫ്രീക്വൻസ്ലി ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രോപ്പർട്ടീസ് ആൻഡ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ്. അതായത് ഇപ്പോൾ വേരിയബിലിറ്റി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈ പറഞ്ഞ പോലെ റെഗുലർലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ് തിയററ്റിക്കൽ എക്സ്പ്ലനേഷനും കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസും ബാലൻസ് ചെയ്തിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ കിടക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. അപ്പം മെയിനായിട്ട് 4 ബ്ലോക്സാണ് നമുക്കുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷർ സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയബിലിറ്റി, കോറിലേഷൻ, നോർമൽ, പ്രോബബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ 4 ബ്ലോക്സ് ആണുള്ളത്. അപ്പോൾ ഒരു ഫസ്റ്റ് ബ്ലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പറിൽ ഏറ്റവും ഹൈ വെയിറ്റേജ് വരുന്ന ഒരു ബ്ലോക്കാണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ നിന്നും ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു 3-4 ഇയർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 24 ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ കീ ടോപ്പിക് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും അതുപോലെ ഡാറ്റ ഓർഗനൈസേഷനും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അങ്ങനെ ഈ ഒരു 3 ടോപ്പിക്സാണ് ഈ ഒരു ബ്ലോക്കിൽ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ബ്ലോക്ക് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയബിലിറ്റി. അതായത് ഈ ഒരു ബ്ലോക്കിൽ നിന്നും മെയിനായിട്ട് 8 ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇതെന്ന് പറയുന്നത് ആണ് മീന്, മീഡിയൻ, മോഡ്, അതുപോലെ റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ ഒരു 5 നിന്നും എന്താണ് കാൽക്കുലേഷൻ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ചോദിക്കും, ഷുവറാണ്. അപ്പോൾ അതെന്തായാലും കവർ ചെയ്യാം. ഇനി ബ്ലോക്ക് 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോറിലേഷന്. അപ്പോൾ ഇതിൽ നിന്നും ഇതുവരെ ഡയറക്റ്റ്ലി എന്താണ് ഈ ഒരു ഈ ഒരു ബ്ലോക്കൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ സെവറൽ ക്വസ്റ്റ്യൻസ് എന്താണ് കോറിലേഷനിൽ നിന്നും വരാറുണ്ട്. എന്താണ് മേ ബി വരാം, യൂണിറ്റ്സ് ബേസിൽ വരാൻ ചാൻസസ് ഉണ്ട്. ഇനി ബ്ലോക്ക് 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ, പ്രോബബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിൽ നിന്നും ഈ പറഞ്ഞ എന്താണ് ബ്ലോക്ക് 3 പറഞ്ഞ പോലെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഡയറക്റ്റ്ലി ഇപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്യാനുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് കർവിൻ്റെ ഒക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു സിലബസ് വെച്ച് നോക്കുമ്പോൾ എന്താണ് എക്സാംസിന് മെയിനായിട്ട് 3ഉം 4 നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ബ്ലോക്ക് 1, ബ്ലോക്ക് 2 നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് എന്താണ് യൂണിറ്റ് വൈസ് ഓഫ് ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് വെയിറ്റേജ് അനുസരിച്ചുള്ള ഒരു അനാലിസിസ് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അതായത് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വരും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഡാറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റാണ് ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത്. വിത്ത് 22 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു യൂണിറ്റ് എന്താണ് ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് എന്താണ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതായത് ഡാറ്റ ഓർഗനൈസേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് എന്താണ് കൺസ്ട്രക്ഷൻസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനൊക്കെ ഈ ഒരു യൂണിറ്റിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു യൂണിറ്റ് പറഞ്ഞത്. ഇനി 3rd യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ യൂണിറ്റ് എന്താണ് സിഗ്നിഫിക്കൻ്റ് 8 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതായത് കാൽക്കുലേഷനാണ് മെയിനായിട്ട്, മീഡിയൻ, മോഡിൻ്റെ കാൽക്കുലേഷനാണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ്ലി വരുന്ന ക്വസ്റ്റ്യന്. ഈ നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു മെഷർ ഓഫ് വേരിയബിലിറ്റി, അതായത്
ഇൻട്രൊഡക്ഷൻ ടു മെഷർ ഓഫ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പക്ഷേ കമ്പ്യൂട്ടേഷൻ മെഷർ ഓഫ് വേരിയബിലിറ്റി നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. പക്ഷേ മേ ബി എന്താണ് കാൽക്കുലേഷൻ പാർട്ടിൽ നിന്നും ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഇനി കോറിലേഷൻ ൻ്റെ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി എന്താണ് ഒരു നോ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ദിസ് യൂണിറ്റ്. കോറിലേഷൻ പക്ഷെ ചില പേപ്പേഴ്സിലൊക്കെ എന്താണ് കോറിലേഷൻസ് വന്നിട്ടുണ്ട്. ഇനി നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു യൂണിറ്റ് ബേസിൽ എന്താണ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു അനാലിസിസിൽ നിന്ന് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, ഡാറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് സിലബസസിലുണ്ട്, ഡയറക്റ്റ്ലി എന്താണ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക് വൈസ് ഒരു വെയിറ്റേജ് അനാലിസിസ് നോക്കാം. അപ്പം മെയിനായിട്ട് 7 ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് ഒരു 19 ടൈംസ് ഈ ഒരു ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു ഫണ്ടമെൻ്റൽ അണ്ടർസ്റ്റാൻഡിങ് ആകണം, അതിൻ്റെ കോൺസെപ്റ്റ്സ് എന്തായാലും മനസ്സിലാക്കി വെക്കണം. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫോക്കസ് ചെയ്ത് കവർ ചെയ്ത് പോകേണ്ട ഒരു ടോപ്പിക്കാണ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബേസിക് കോൺസെപ്റ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പിക്ക് 6 ടൈംസോളം കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഫോക്കസ് ചെയ്ത് പോകേണ്ട ഒരു ഏരിയ ആണ്. ഇനി ഡാറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഈ പറഞ്ഞ പോലെ അതിൻ്റെ സബ് ടോപ്പിക്കായിട്ടുള്ള ഡാറ്റ ഓർഗനൈസേഷന്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്, ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ഒക്കെ എന്താണ് മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇൻട്രൊഡക്ഷൻ ടു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതായത് മീൻ, മീഡിയൻ, മോഡ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു മെഷർ ഓഫ് വേരിയബിലിറ്റി, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. ഈ പറഞ്ഞ പോലെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉള്ളൊരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്ക് എന്താണ് കവർ ചെയ്തിട്ട് പോവാം. നെക്സ്റ്റ് കോറിലേഷൻ ആണ്. ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ അണ്ടറിൽ വന്നിട്ടില്ല, പക്ഷെ മേ ബി വരാം. അതുപോലെ കമ്പ്യൂട്ടേഷൻ ഓഫ് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് പറഞ്ഞാൽ സ്പിയർമാൻസ് റോ എന്നാണ് ചോദിക്കാൻ 4 ടൈംസിൽ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്, പക്ഷേ ഇതുവരെ പിയേഴ്സൺസ് കോറിലേഷന് ചോദിച്ച് കണ്ടിട്ടില്ല. നെക്സ്റ്റ് വരുന്നതാണ് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പോൾ അതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന് സ്റ്റാൻഡേർഡ് സ്കോർ, സെഡ് സ്കോർ, ഡൈവേജൻസ് ഫ്രം നോർമാലിറ്റി ഒക്കെ എന്താണ് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രസൻറ്റ് സിലബസിലുള്ളതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ടോപ്പിക്സും മനസ്സിലാക്കി വെക്കുക, കവർ ചെയ്യാം. നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ട് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻ എന്താണ് എല്ലാ 5 ഇയർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എന്തായാലും ചോദിക്കും. അതുകൊണ്ട് തന്നെ ആ കമ്പ്യൂട്ടേഷനിൽ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ചെയ്ത് തന്നെ അത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഈ പറഞ്ഞ പോലെ 3 ടൈംസിൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ട് സ്പിയർമാൻസ് റോ. 4 ടൈംസ് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊറിലേഷൻ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ് സ്പിയർമാൻ റോവും ഇത് പറഞ്ഞ പോലെ എൻ്റെ പ്രോബ്ലം ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, കവർ ചെയ്ത് പോവേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഡൈവേർജൻസ് ഫ്രം നോർമാലിറ്റി വിത്ത് ഡയഗ്രാംസ്. ഇത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്ത് പോകേണ്ട ഏരിയ ആണ്. നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് അതർ മെത്തേഡ് ഓഫ് കോറിലേഷൻ ആണ്. ഇതിൽ നിന്നും എന്താണ് 2 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിലുള്ള കോറിലേഷൻസിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി വയ്ക്കുക, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് പോവുക. അപ്പോൾ അത്രയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി വരുന്ന എക്സാംസിന് എന്തായാലും വരും എന്ന് എക്സാമിന് വരുന്ന ഉറപ്പുള്ള ഒരു പ്രോബബിലിറ്റി പ്രഡിക്ഷൻ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ
പെർസെൻറ്റേജ് ഓഫ് പ്രോബബിലിറ്റി ഉണ്ട്. അതായത് എന്തായാലും 100% പ്രോബബിലിറ്റി പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തായാലും ചോദിക്കും എന്നാണല്ലോ അതിനർത്ഥം. അപ്പോൾ മെയിൻ മീഡിയൻ മോഡ് കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതുകൊണ്ട് തന്നെ അതിന് 100% പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് എന്തായാലും പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നതാണ് സ്പിയർമാൻസോന് 80% ഓഫ് പ്രോബിലിറ്റി ഉണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടേഷണൽ പാർട്ടിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഇക്വേഷൻസും അതെങ്ങനെ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്സും മനസ്സിലാക്കി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് കൊറിലേഷൻ സ്പിയർമാൻസ് റോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പ്യൂട്ട് റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് 60% ഓഫ് പ്രോബബിലിറ്റി ഉണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിക്കാനും. ഇനി ഡൈവേർജൻസ് ഫ്രം നോർമാലിറ്റി വിത്ത് ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്താണ് 40% പ്രോബബിലിറ്റി ആണുള്ളത്. അതുപോലെ കോറിലേഷൻ്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ കോറിലേഷൻ്റെ മെത്തേഡ്സൊക്കെ പറയാനുള്ള 50% പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അതർ ടോപ്പിക്സ് എന്ന് പറയുന്നത് എറൗണ്ട് എന്താണ് ഒരു 20% ഓഫ് പ്രോബബിലിറ്റി ആണുള്ളത്. അപ്പോൾ എക്സാംസിന് മേ ബി ചോദിക്കാൻ ചാൻസ് കുറവാണ് ബാക്കിയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇനി വരുന്ന എക്സാംസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് മെയിൻ, മീഡിയൻ, മോഡ്, സ്പിയർമാൻസോ, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇനിയുള്ള വരുന്ന എക്സാംസിന് വരാൻ ചാൻസസ് എന്നാണ് നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റി അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. ബാക്കി ക്രിട്ടിക്കൽ കോൺസെപ്റ്റ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അപ്പം മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അത്രത്തോളം കമ്പ്യൂട്ടേഷണൽ സ്കിൽസിനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു എക്സാംസിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്യുന്നത് കാൽക്കുലേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ എന്താണ് പ്രൊഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എല്ലാം മെഷർ ചെയ്യാൻ അറിയണം. അതായത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്, പിന്നെ വേരിയബിലിറ്റി, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, കോറിലേഷനിൽ വരുന്ന സ്പിയർമാൻ റോ ഒക്കെ എന്തായാലും വരും എന്ന് ഉറപ്പുള്ളതാണ്. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടേഷണൽ പാർട്ട് വളരെയധികം ഫോക്കസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അറിയാം, നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ സിമ്പിളാണെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ സ്പിയർമാനിലൊക്കെ ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ പോവും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം, ഒരിക്കലും ഒഴിവാക്കാതെ. നിങ്ങളെ എക്സാമിൽ അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് കമ്പ്യൂട്ടേഷണൽ സ്കില്ല്. അതായത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷർ ഓഫ് സെൻട്രൽ വേരിയബിലിറ്റിയും സ്പിയർമാൻസ് റോ ഒക്കെ ഒരിക്കലും ഒഴിവാക്കാതെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. കമ്പ്യൂട്ടേഷണൽ പാർട്ട് ഈ ഒരു പേപ്പറിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ്, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ് സൈക്കോളജിക്കൽ റിസർച്ചിൽ വരുന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി വരുന്നതാണ് പ്രോബബിലിറ്റി, തിയററ്റിക്കൽ ക്രോണോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെഷ്യലി ഇപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്, വേരിയബിലിറ്റി, കോറിലേഷനൊക്കെ റെഗുലർലി ചോദിച്ചിട്ടുള്ള തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അതുപോലെ ഡയഗ്രാംസ് വെച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരാം. അപ്പോൾ അതൊക്കെ കവർ ചെയ്തിട്ട് പോവുക. ഇനി നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടേഷൻ പാർട്ട്, മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, സ്പിയർമാൻസ് റോ ഒക്കെ പറയുന്നത് എല്ലാ എക്സാംസിലും റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഒരിക്കലും 100% ആണ് അതിന് പ്രോബബിലിറ്റി ഇനി വരാൻ ചാൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും അത് പഠിക്കാം. ഓക്കെ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ്, അതുപോലെ കോറിലേഷൻ്റെ എക്സ്പ്ലനേഷൻ പാർട്ടും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ്. നമ്മൾ കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ സിലബസിൽ എല്ലതും ഒരു ബാലൻസിങ്ങിലാണ് പോകുന്നത്. എല്ലാറ്റിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലാണ് സൈക്കോളജിക്കൽ റിസർച്ചിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി
നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. ആ ഒരു 4-5 ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വായിച്ച് നോക്കുക, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അപ്പോൾ എന്താണ്, ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫെമിലർ ആവും. ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടൈം കൺസ്യൂമിൽ നിങ്ങൾക്ക് എന്താണ് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കമ്പ്യൂട്ടേഷണൽ പാർട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അതൊന്നും ഒഴിവാക്കാതെ എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാതിരിക്കില്ല. അപ്പം എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം പറഞ്ഞു 2 മണിക്കൂറിൻ്റെ എക്സാമിന് ടോട്ടൽ 50 മാർക്കാണ് ഈ ഒരു പേപ്പറിന്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 1 ഉള്ളത്. എന്താണ് അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. 2 സെക്ഷനിലും കൂടി 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിൽ 5 ക്വസ്റ്റ്യൻസിനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതായത് 2 സെക്ഷനിൽ നിന്നും എന്താണ് 2 വീതം ക്വസ്റ്റ്യൻസ് എന്തായാലും എഴുതണം. അതായത് സെക്ഷൻ 1 നിന്ന് എന്തായാലും 2 ക്വസ്റ്റ്യൻസ് എടുക്കണം, സെക്ഷൻ 2 നിന്നും എന്തായാലും 2 ക്വസ്റ്റ്യൻസ് എടുക്കണം. ബാക്കി ഒരു ക്വസ്റ്റ്യൻ ഏത് സെക്ഷനിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യനും എന്താണ് ഈക്വൽ മാർക്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു അറൗണ്ട് 300 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ 1 വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. അതായത് എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബേസിക്സ് കോൺസെപ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കോൺസെപ്റ്റ്സും അതിൻ്റെ അപ്ലിക്കേഷൻസും അറിഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നതാണ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഡിഫൈൻ ചെയ്യാനും അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസും എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്. തിയററ്റിക്കൽ പാർട്ടിലാണ് വന്നിട്ടുള്ളത്. സെക്കൻഡും വന്നിട്ട് എന്താണ്, കമ്പ്യൂട്ട് ദി മീൻ, മീഡിയൻ ആൻഡ് മോഡ് ദി ഫോളോയിങ് ഡാറ്റ. അതുപോലെ എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യന് കമ്പ്യൂട്ടേഷണൽ പാർട്ട് എന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ മീൻ, മീഡിയൻ, മോഡ് എന്തായാലും ചോദിക്കുമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ അതിൻ്റെ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഡാറ്റ അനാലിസിസിലുള്ള സിഗ്നിഫിക്കൻസുമാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യന് കമ്പ്യൂട്ട് ദി റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഒരു സെക്ഷൻ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യന് തിയററ്റിക്കൽ പാർട്ടിൽ നിന്നും 2 ക്വസ്റ്റ്യൻ എന്താണ് കമ്പ്യൂട്ടേഷൻ പാർട്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു പാർട്ടിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതമാണ് എന്തായാലും എഴുതണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടേഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ, മീഡിയൻ, മോഡിൻ്റെയും സെൻട്രലിൻ്റെ വേരിയബിലിറ്റിൻ്റെയും കമ്പ്യൂട്ടേഷൻ പഠിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് തിയററ്റിക്കലിനാണ് കൂടുതൽ സിമ്പിളാണ് എന്താണ് കമ്പ്യൂട്ടേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് പഠിക്കുമ്പം ആ ഒരു ടോപ്പിക്ക് ഒഴിവാക്കാതെ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക. ഇനി സെക്ഷൻ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ടൈപ്സ് വിത്ത് എക്സാമ്പിൾസ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തിയററ്റിക്കൽ പാർട്ടിൽ കവർ ചെയ്ത് പോകേണ്ട ഒരു ക്വസ്റ്റ്യനിൽ കോറിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന് കമ്പ്യൂട്ട് സ്പിയർമാൻസ് റോ ദി ഫോളോയിങ് ഡാറ്റ. മറ്റേ കോറിലേഷനിൽ എന്താണ് കമ്പ്യൂട്ടേഷണൽ പാർട്ടിൽ വരും എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ് സ്പിയർമാൻ റോ. ഒരു ഉറപ്പായിട്ടും വരും. അപ്പോൾ അതെന്തായാലും ഒരു 80% പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു പ്രോബ്ലം സ്പിയർമാൻസ് റോ കോറിലേഷൻ കാണാനുള്ള ആ ഒരു സ്റ്റെപ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈ പറഞ്ഞ പോലെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഡൈവേജൻസ് ഫ്രം നോബിലിറ്റി ആൻഡ് ഇലുസ്ട്രേറ്റ് വിത്ത് ഡയഗ്രാം ഹൗ ഇറ്റ്സ് ഇമ്പാക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഈ പറഞ്ഞ പോലെ തന്നെ തിയററ്റിക്കൽ പാർട്ടിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിട്ട് എക്സാമിൽ പ്രാക്ടീസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷണൽ കാൽക്കുലേഷൻ പാർട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, വെൽക്കം ബാക്ക് ഓൾ. ഷഹന മാം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്നും പരീക്ഷയിൽ നല്ല രീതിയിൽ നിങ്ങളത്
റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇനി നമുക്ക് ലേൺബേസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺബേസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സ് ആണ് നമ്മുടെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. നിലവിൽ 18 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നൽകുന്നുണ്ട്. അതിൽ 10 ഡിഗ്രി കോഴ്സുകളും 8 PG കോഴ്സുകളും വരുന്നുണ്ട്. എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിലോ PG കോഴ്സിലോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺവൈസുമായിട്ട് ബന്ധപ്പെടാം. നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 7592939616. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും വീഡിയോസ് ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ട് ഞാൻ ഒന്നുകൂടി പറയുന്നത്, നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂടുതലും അവിടെ മെൻഷൻ ചെയ്ത ചോദ്യങ്ങൾക്ക് തന്നെയാണ് നമ്മൾ സാധ്യത കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞാൽ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഒരു താരതമ്യമൊക്കെ നമുക്ക് നടത്താം. അതെല്ലാം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. എനിവേ, ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.